അഭ്യർത്ഥിക്കുക. അതുപോലെ ഒരുപാട് പദ്ധതികൾ നമ്മുടെ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും വൈദ്യുതീകരണത്തിന് വേണ്ടി എല്ലാ വീടുകളും വൈദ്യുതീകരിക്കാൻ, പലപ്പോഴും അത് കേന്ദ്ര പദ്ധതിയാണെന്നൊന്നും എല്ലാവർക്കും അറിയണമെന്നില്ല. എല്ലാ വീടുകളും വൈദ്യുതീകരിക്കാനുള്ള നമ്മുടെ ഭാരതത്തിൽ 20,000 ഗ്രാമങ്ങളാണ് 10 വർഷങ്ങൾക്ക് മുമ്പ് വൈദ്യുതി എത്താതിരുന്ന ഗ്രാമങ്ങൾ ഭാരതത്തിലുണ്ടായിരുന്നു. 20,000 ഗ്രാമങ്ങളിൽ വൈദ്യുതി ഇല്ലായിരുന്നു. നമുക്കത് കേരളത്തിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് അതിൻ്റെ പ്രയാസം ബോധ്യപ്പെടുന്നില്ല. അപ്പോൾ 20,000 ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിക്കുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യം നമ്മുടെ ഗവൺമെൻറ് പൂർത്തിയാക്കി. അതുപോലെ ശൗചാലയം, നമ്മൾ പറയാം പലപ്പോഴും കേന്ദ്ര സർക്കാർ ശൗചാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ നമ്മളൊക്കെ പലരും അതിനെ മാറി നിന്ന് പരിഹസിച്ചവരൊക്കെ ഉണ്ട്. നമുക്കറിയാം ഒരു വീട്ടില് ശൗചാലയം ഇല്ലാത്ത, നമ്മൾ പറയുമ്പോൾ കക്കൂസ് ഇല്ലാത്ത ഒരു വീടിനെ പറ്റിയിട്ട് നമുക്ക് ഒരു പക്ഷേ ഇപ്പം ചിന്തിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഒരു 10 വർഷം മുമ്പ് എന്തായിരുന്നു സ്ഥിതി എന്ന് നമ്മൾ ചിന്തിക്കണം. വടക്കേ ഇന്ത്യയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം, നമ്മളെ റോഡ് റെയിൽ മാർഗം നമ്മൾ പോകുന്ന അവസരത്തിൽ നമ്മുടെ കാഴ്ച ഇന്നെന്താണ് കാഴ്ച, അന്നത്തെ കാഴ്ച എന്താണെന്ന് നമുക്കറിയാം. റെയിൽവേ ട്രാക്കിൽ എന്തായിരുന്നു സ്ഥിതി എന്ന് നമുക്കറിയാം. റെയിൽവേ ട്രാക്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോയി നിന്നാൽ എന്തായിരുന്നു അവിടുത്തെ ഗന്ധമെന്ന്, ഒരു 10 വർഷം മുമ്പുള്ള ഗന്ധം എന്തായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോയാൽ എന്താണ് സാഹചര്യം എന്ന് നമുക്കറിയാം. ഭാരത് റൈസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയിട്ടുള്ള ബഹുമാന്യ ഗോവ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്തിനെ സ്വീകരിക്കുവാൻ വേണ്ടി പാർട്ടിയുടെ ബഹുമാനപ്പെട്ട BJP ജില്ലാ അധ്യക്ഷൻ ശ്രീ MV ഗോകുമാർ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. BJPയുടെ ജില്ലാ ട്രഷറർ KG കർത്ത അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ബഹുമാനായ പ്രമോദ് കാരക്കാട് സ്വീകരിക്കുന്നു. മാന്നാർ മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി രമേശ് പേരിശ്ശേരി, ജനറൽ സെക്രട്ടറി ശ്രീജ പത്മകുമാർ, BJP ചെങ്ങന്നൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ അനീഷ് മുളക്കുഴ, മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ അജിയാർ നായർ സ്വീകരിക്കുന്നു. BDJSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽ മുണ്ടപ്പള്ളി അവർ സ്വീകരിക്കുന്നു. ഈ ഭാരത് റൈസിൻ്റെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി ബഹുമാന്യ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനായ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് വിഖ്യാതനായ ആയുർവേദ ഡോക്ടറാണ്. സോഷ്യൽ വർക്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ബൂത്ത് ലെവൽ പ്രസിഡൻ്റായി ജീവിതം ആരംഭിച്ച് പടിപടിയായി ഉയർന്ന് ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചതിന് ശേഷമാണ്
അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്നത്. ഗോവയിൽ BJPയുടെ വളർച്ച എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടി വളർച്ചയാണ്. അഥവാ ഗോവ BJP വളർത്തിയെടുക്കുന്നതിൽ, അതിനെ അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റുന്നതിലും, കഴിഞ്ഞ 13 കൊല്ലമായി അവിടെ പാർട്ടിയുടെ ഭരണം നിലനിർത്തുന്നതിലും ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി, ഗോവ മുഖ്യമന്ത്രി. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. സർ, ഇത് ഏറ്റുവാങ്ങുവാൻ വേണ്ടി ശ്രീമതി ലേഖ സരയു അവരുകളെ ക്ഷണിച്ചുകൊള്ളും. ഗോപിനാഥൻ നായർ, ഗോപാലകൃഷ്ണൻ തിട്ടമേൽ, Good afternoon, friends. Honorable Prime Minister Narendra Modi ji has started the various schemes. At this occasion, we are distributing